ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു മത്തങ്ങ പച്ചടി വെക്കാം. മത്തങ്ങ പച്ചടി എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പല സാധനങ്ങളിൽ പച്ചടി വെക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു മത്തങ്ങ പച്ചടി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിനായിട്ട് ഒരു 250 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെയാണ് അരിഞ്ഞേക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 4 പച്ചമുളക് എടുത്ത് ഇച്ചിരി കരിയാപ്പില. ഞാനിതിനകത്ത് പച്ചമുളക് ഏത് പച്ചടിക്കും പച്ചമുളക് കൂടുതലിടും. എരിവിന് വേണ്ടിയിട്ട് വേവിക്കാൻ വെക്കാൻ പോവാണ്. ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഉപയോഗിക്കാം. ഇച്ചിരി ഉപ്പിടുവാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇച്ചിരി എല്ലാം ആവശ്യത്തിനുള്ള ഉപ്പിടുവാണ്. നമുക്ക് അടച്ച് കഴിക്കാം. നമ്മുടെ മത്തങ്ങ കഷ്ണമെല്ലാം വെന്തെന്ന് തോന്നുന്നു. വെന്തു. ചിലരിത് വെന്തില്ലെങ്കിൽ മിക്സിയിലൊന്നും അടിക്കും. ഇതിപ്പോൾ നമുക്ക് മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല, കാരണം നല്ല വിളഞ്ഞ മത്തങ്ങയായിരുന്നു. അതിനകത്തുള്ളൊരു ശകലം തേങ്ങയും ജീരകവും ചുമന്നുള്ളി മാത്രം അരച്ചതാണിത്. ശകലം തേങ്ങ, ചിലർ തേങ്ങ ചേർക്കത്തില്ല, പക്ഷെ ഞാൻ തേങ്ങ ശകലം ചേർക്കും. ചിലരുണ്ടല്ലോ കടുക് ചതച്ചിടും, പക്ഷെ നമ്മൾ മത്തങ്ങ പച്ചടിക്ക് ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല. വെള്ളരിക്കായ്ക്ക് ഞാൻ അങ്ങനെ ചെയ്യും. ഇത് കടു വറുത്തെടുത്തേ ഉള്ളൂ. നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കടു വറുത്തിടാം. വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായിട്ടുണ്ട്. എന്നുണ്ട് കടുക് ഇടുവാണ്. അലുമിനിയം ചീച്ചിട്ടാണ്ട് പെട്ടെന്ന് അങ്ങ് ചൂടാകുന്നു. ചില ഉള്ളി അരിഞ്ഞതും കൂടി ഇടുവാണ്. മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തൈരുണ്ടല്ലോ ആണ്. കാരണം തിളച്ചോട് നമുക്ക് ഒഴിച്ചാലുണ്ടല്ലോ നമുക്ക് കട്ടി കിട്ടത്തില്ല പച്ചടിക്ക്. അപ്പോൾ ഞാനതുകൊണ്ടാണ് ഇച്ചിരി തണുത്തതിന് ശേഷം തൈര് ഒഴിക്കുന്നത്. മത്തങ്ങയ്ക്ക് നല്ല കളറുള്ള നല്ല വിളഞ്ഞ മത്തങ്ങയുണ്ട്. നല്ല കളറൊക്കെ മത്തങ്ങയ്ക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കടുവ ാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഉപേക്ഷ വിചാരിക്കരുത്. ഫോളോ ചെയ്യാത്തവരെ ഫോളോ ചെയ്യണം. നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്.